ഹായ്. കുറച്ച് മുമ്പ് വന്ന ലൈവ് കട്ടായിപ്പോയി, നെറ്റ്വർക്ക് പ്രോബ്ലം ആയതുകൊണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ. ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് കയറി. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ കണ്ടുവരുന്ന ഒരു കാര്യത്തെപ്പറ്റി കുറച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ച് വന്നതാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാനൊക്കെ പിന്നെ നേഴ്സാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വ്യൂ പറയണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ അതായത് നമ്മുടെ തലനരച്ച ഒരു അമ്മച്ചി ഇരുന്നിട്ട് ആക്രോശിക്കുന്ന കേട്ടു. സമരം ചെയ്യുന്ന നഴ്സുമാരിൽ എത്ര പേർക്ക് IV ക്യാനിൽ ഇടാനറിയാം, എത്ര പേർക്ക് പോളിസ് കത്തീറ്റർ ഇടാനറിയാമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന കേട്ടു. അമ്മച്ചിയോട് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ്, അമ്മച്ചി ഈ പോളിസ് കത്തീറ്ററൈസേഷൻ എന്ന് പറയുന്നത് ആരാണ് ചെയ്യേണ്ടത്? ഹൂ ഇസ് സപ്പോസ് ടു കത്തീറ്ററൈസ് എ പേഷ്യൻറ്റ്? നേഴ്സാണോ ഡോക്ടേഴ്സാണോ? ആദ്യം അത് പോയിട്ട് പഠിച്ചിട്ട് വരും. ഒരു നേഴ്സിന് പോളിസ് കത്തീറ്ററൈസേഷൻ ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. ഒരു പോളിസ് കത്തീറ്ററൈസേഷൻ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. പക്ഷേ ഡോക്ടേഴ്സ് വന്നിട്ട് പേഷ്യന്റ് മുമ്പിൽ പകച്ച് നിന്നിട്ട് കൈവറച്ച് നിൽക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള നഴ്സുമാർ ഒരു സങ്കോചം കൂടാതെ കയറിയിട്ട് ഡോക്ടർ അങ്ങോട്ട് മാറി നിന്നു, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഡോക്ടർമാരോടുള്ള ബഹുമാനം കൊണ്ടോ ഡോക്ടർമാരെ രക്ഷിക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ ഒരു നിമിഷം താമസിച്ചു പോയാൽ പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറി ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങളത് മനസ്സിലാക്കണം. അമ്മച്ചി, ഈ പോളിസ് കത്തീറ്ററൈസേഷൻ എന്ന് പറയുന്നത് നേഴ്സുമാരുടെ പ്രൊസീജിയർ അല്ല, അത് ഡോക്ടേഴ്സ് ചെയ്യേണ്ട പ്രൊസീജിയറാണ്. 2, IV ക്യാനില്ല. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത്, അതായത് നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത്. ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയുന്നില്ല, മിക്കവർക്കും അറിയാം ഞാൻ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തതെന്നും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ ഏതാണെന്നും മിക്കവർക്കും അറിയാം, അതായത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അപ്പോൾ അവിടെ ഒരു ക്യാനില ഇടാൻ പഠിപ്പിക്കുമോ സിസ്റ്ററെ എന്ന് പറഞ്ഞ് പുറകെ നടന്ന ഡോക്ടേഴ്സിനെ ഞങ്ങൾക്കറിയാം. നല്ല വെയിൻ, അതായത് ഒരു 16 ഗോജിന്റെ ക്യാനില വൃത്തിക്കിടാവുന്ന വെയിൻ കുത്തി നശിപ്പിച്ച ഡോക്ടറിന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ക്യാനില ഇടുന്ന കാര്യമൊന്നും പറഞ്ഞ് നിങ്ങൾ ആരെ പേടിപ്പിക്കണ്ട. നിങ്ങൾ കൈവച്ചതാ, നിങ്ങൾക്ക് 100 അല്ല 150 ക്യാനില നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ ഇട്ട് തരാം. അപ്പോൾ പോളിസ് കത്തീറ്ററൈസേഷൻ ചെയ്യുന്നതും ക്യാനില ഇടുന്നതും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ നഴ്സസിനെ നിങ്ങൾ അളക്കുന്നത് അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, അമ്മച്ചിയുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ മുഴുവൻ അമ്മച്ചിയാണ് ക്യാനില ഇടുന്നതും പോളിസ് കത്തീറ്ററൈസേഷൻ ചെയ്യുന്നതും. പാവം. അപ്പൊ നിങ്ങൾ കുറെ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഈ ക്യാനില ഇടണം പേഷ്യൻസിന്, പിന്നെ പോളിസ് കത്തീറ്ററൈസേഷൻ ചെയ്യണം, ബാക്കി പണിയൊക്കെ ബെഡ് പാനൊക്കെ അമ്മച്ചി തന്നെ ആയിരിക്കുമല്ലോ വെക്കുന്നത്. അതും അറിയത്തില്ലായിരിക്കുമല്ലോ നഴ്സുമാർക്ക്. അപ്പൊ അമ്മച്ചി കണ്ടിട്ടുള്ളത് ഈ ANM ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത, ഈ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെയൊക്കെ പിടിച്ച് 1 മാസത്തെ ട്രെയിനിങ്ങും കൊടുത്തിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ടുണ്ടായിരിക്കും. അതൊന്നും അല്ല നഴ്സുമാർ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ജീവൻ വെച്ച് നിങ്ങൾ കളിക്കുകയാണ്. അപ്പോൾ പണിയറിയാവുന്ന നഴ്സുമാരുണ്ട്, 4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട്. ഇതുപോലെ ഞാൻ ഇന്ന് ആ ഒരു വീഡിയോക്ക് ഒരു സഹോദരി ഇട്ടിരിക്കുന്ന കമന്റ് ഞാൻ കണ്ടു. അതിനകത്ത് ആ സഹോദരി എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ നഴ്സിംഗ് കോളേജിന്റെ പുറയിലുള്ള തോട്ടത്തിൽ വാഴ വെച്ച് പഠിക്കുമല്ലായിരുന്നു 4 വർഷം. വൃത്തിക്ക് പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. IV ക്യാനിലിട ഫസ്റ്റ് ഇയർ ബേസിക് പ്രൊസീജിയർ. എൻ്റെ അമ്മച്ചി, നിങ്ങൾ ആരും ഇപ്പം അറിഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നത്? സാധാരണക്കാരായുള്ള ജനങ്ങളൊന്നും വിശ്വസിക്കില്ല. കാരണം അവർ നോക്കുമ്പോഴുണ്ടല്ലോ, അവർക്ക് പേപ്പറിനകത്ത് കുറിച്ച് എഴുതി കൊടുക്കാനേ ഡോക്ടർമാരുള്ളൂ, ബാക്കി കാര്യങ്ങൾ നോക്കുന്നത് നേഴ്സുമാരാണ്. അല്ലെങ്കിൽ പൊതുജനം പറയട്ടെ നേഴ്സുമാർക്ക് ക്യാനില ഇടാൻ അറിയത്തില്ലെന്ന്, നേഴ്സുമാർക്ക് കത്തീറ്ററൈസേഷൻ ചെയ്യാൻ അറിയത്തില്ലെന്ന് പൊതുജനം പറയട്ടെ. എന്നിട്ട് തൊട്ടടുത്തിരുന്നൊരു മാന്യൻ, ഇവരെയൊക്കെ കർണാടകത്തിൽ പഠിച്ചിട്ട് വരുന്ന നേഴ്സുമാരെ ഞങ്ങൾ ജോലിക്ക് വെക്കുന്ന ഞങ്ങളുടെ കഴിവുകേട്, എന്റെ അവസ്ഥ കൊണ്ടാണ്, വേറെ ആളെ കിട്ടാനില്ലെന്ന്. അതേടോ ദിവസത്തിൽ 100, 150, 200 രൂപ കൂലിക്ക് നിങ്ങൾക്ക് ഇനി ക്വാളിഫൈഡ് നേഴ്സുമാരെ വേണം. എന്നിട്ട് ഞങ്ങൾ 200 രൂപ 300 രൂപയ്ക്ക് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്ന് ജോലി ചെയ്യണം. നിങ്ങളുടെ ഗതികേടല്ല, ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെയൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടും ഞങ്ങളെപ്പോഴുള്ള ഒരു പകുതി മുക്കാൽ വരുന്ന നേഴ്സുമാരും ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർക്ക് ഈ ഒരു പ്രൊഫഷൻ അവർ തിരഞ്ഞെടുക്കുന്നത് സർവീസ് മൈൻഡഡ്. ഓക്കെ, സർവീസ് മൈൻഡഡ് ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ജോലി നല്ലൊരു ഈ കുഞ്ഞൊന്ന് പഠിച്ച് ഒരു ജോലി കിട്ടി കുടുംബത്തിനൊരു താങ്ങാകുമല്ലോ എന്ന് വിചാരിച്ചാണ് മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ജോലിക്ക് വിടുന്നത്, അല്ലെങ്കിൽ ഈ നഴ്സിംഗിന് വിടുന്നത്. അപ്പം ഞങ്ങളുടെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അങ്ങോട്ട് വരുന്നത്, നിങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ വന്ന് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ അവസ്ഥയല്ല. നിങ്ങൾക്ക് എന്താ അവസ്ഥ? നിങ്ങൾ ഒരു രോഗിയുടെ നിന്ന് നഴ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്? നിങ്ങളുടെ അവസ്ഥയാണോ? ഞങ്ങളെ കൊണ്ട് പണിയിച്ചിട്ട് നിങ്ങൾ കാശ് വാങ്ങിക്കുന്നതാണോ നിങ്ങളുടെ അവസ്ഥ? നിങ്ങളുടെ ഗതികേട്. ഇതുപോലുള്ള സ്റ്റാഫിനെ ജോലിക്ക് വെക്കുന്നതാണ്
ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന്. നിങ്ങൾ ചെയ്ത തെറ്റില്ല, നിങ്ങളെപ്പോലുള്ള മൂരാച്ചികളുടെ ഹോസ്പിറ്റലിൽ വന്ന് ജോലി ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. ഞങ്ങൾ നിങ്ങളെന്ന് നോക്കിയിട്ടല്ല ചെയ്യുന്നത്, ഞങ്ങൾ പേഷ്യൻസിനെ ഓർത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഡോക്ടേഴ്സ് ഒരു കാര്യം പറയണം, ഈ കൺസെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്ന് കയറി കഴിയുമ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞൊരു കൺസെന്റ് സൈൻ ചെയ്യും. പേഷ്യന്റിന് സർജറി ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതമാണ്, അതിന് ഇന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിൽ സൈൻ ചെയ്യിപ്പിക്കണം. അത് ആരാ ചെയ്യുന്നത്? എത്ര ഡോക്ടർമാർക്ക് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാം നിങ്ങളുടെ പേഷ്യൻസിനോട് നിങ്ങൾ പോയി അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ സൈൻ വാങ്ങിക്കുന്നുണ്ടെന്ന്. അതിനും ഈ പാവപ്പെട്ട നഴ്സുമാർ തന്നെ വേണം. അതിനകത്ത് സൈൻ ചെയ്യിപ്പിക്കാൻ ചെല്ലുമ്പോൾ അതിന് 100 ചോദ്യങ്ങൾ ചോദിക്കും. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ വിശ്വാസം നേടിയെടുത്ത് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് സർജറി ചെയ്യാൻ പേഷ്യന്റിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നവരെ ഈ പാവപ്പെട്ട നഴ്സുമാരാണ്. അപ്പം നിങ്ങളുടെ പണി ഞങ്ങൾ ചെയ്യണം, എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്ന പണി ഞങ്ങൾക്ക് അറിയത്തില്ലെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കാൻ നിങ്ങൾ എന്ത് തറപ്പരിപാടി കാണിക്കുന്നു ഇപ്പം മനസ്സിലായി. IV ക്യാനിൽ ഇടാൻ അറിയാൻ മേലാത്ത നേഴ്സുമാരെ വെച്ചിട്ടാണ് നിങ്ങൾ ഇത്ര നാളും ഈ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് വിശ്വസിച്ച് എത്ര പേഷ്യൻസ് വരണം? പൊതുജനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് അപ്പം നിങ്ങളുടെ ഒരു എത്ര നല്ല മാന്യന്മാരാ. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക്. ഇപ്പം മനസ്സിലായില്ലേ മാനേജ്മെന്റിന് പൊതുജനങ്ങളോടും രോഗികളോടും നഴ്സുമാരോടുള്ള സമീപനം എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങളെ ഈ ക്യാനിലിടാനോ അല്ലെങ്കിൽ കത്തീറ്റിടാനോ അറിയാൻ മേലാത്ത ഒരു സ്റ്റാഫിനെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഹോസ്പിറ്റൽ നടത്തുന്നതെങ്കിൽ പൊതുജനം നിങ്ങൾ എന്ത് വിശ്വസിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് വരുമെന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞതാണ് അയാള്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെ വന്നാൽ മതിയെന്ന്. ജനങ്ങൾ ഞങ്ങൾക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വരായിരുന്നു, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പൂട്ടി. പിന്നെ ഞങ്ങൾ നഴ്സുമാർ വാ തുറന്നാൽ തീരാവുന്ന റെപ്യൂട്ടേഷനേ ഉള്ളൂ ഏത് ഹോസ്പിറ്റലിനും. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വാർഡിനുള്ളിൽ നടക്കുന്ന സകലമാന കളികളും ഞങ്ങളെ കൊണ്ട് വാ തുറപ്പിക്കരുത്. ഞങ്ങൾ പറയും, ഞങ്ങൾ പക്ഷെ നിങ്ങളെ പോലെ അല്ല. നിങ്ങളെ പൊളിച്ചടിക്കുകയും നിങ്ങളുടെ ഹോസ്പിറ്റലിനെ നശിപ്പിക്കാനൊന്നും ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ അടിസ്ഥാന വേതനമാണ് ചോദിക്കുന്നത്. വെറുതെ ഇരുന്ന് കൈ നീട്ടി നോക്കുകൂലി വാങ്ങിക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ജോലി എടുത്തതിന്റെ, മാന്യമായിട്ട് ജോലി എടുത്തതിന്റെ കാശാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ഈ തുച്ഛമായ കാശ് ഞങ്ങളുടെ ലോൺ അടയ്ക്കാൻ പോലും തികയുന്നില്ല. അപ്പം അതിനുള്ളൊരു ഇന്നത്തെ കാലത്ത് 10 രൂപ അല്ലെങ്കിൽ 11 രൂപ കിട്ടിയിട്ട് ആ 11 രൂപയ്ക്ക് ഈ കുടുംബം പോരാണ്ട് ആർക്ക് കഴിയും? ഈ ഡോക്ടേഴ്സ് വാങ്ങിക്കുവോ? ഈ 11 രൂപ 15 രൂപയ്ക്ക് ഡോക്ടേഴ്സ് ജോലി ചെയ്യുവോ? അവർ പറയട്ടെ നിങ്ങൾക്ക് മാസം തരാം 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ നിങ്ങൾക്ക് തന്നേക്കാം മാസം, നിങ്ങൾ ജോലി ചെയ്യുവോ? ഡോക്ടേഴ്സ് ചെയ്യില്ല. അപ്പൊ നഴ്സുമാരിങ്ങനെ ഇത്രയും നാളും നിങ്ങൾ ഞങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് യൂണിറ്റി ഇല്ലായിരുന്നു. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം ഉന്നയിച്ച് മുമ്പോട്ട് വരുന്നവരെ ടെർമിനേറ്റ് ചെയ്ത് പറഞ്ഞു വിടുക, ഇത് ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് നിർത്തുക. ഇതാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര കാലമായിട്ടും. പക്ഷെ ഇനി ആ ഓലപ്പാമ്പ് കൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരണം. പിന്നെ ഈ ഞങ്ങളുടെ നഴ്സുമാരുടെ പ്രശ്നം ഉന്നയിച്ച് മുമ്പോട്ട് വന്ന എത്ര മെയിൽ നഴ്സുമാർ ഇപ്പൊ ജോലി ഇല്ലാതെ നടക്കുന്നറിയോ? ഞങ്ങളുടെ ബ്രദേഴ്സിന് ഇപ്പൊ എവിടെയും ജോലി കിട്ടുന്നില്ല. പക്ഷെ അതുകൊണ്ടൊന്നും അവർ പുറകോട്ട് പോയിട്ടില്ല. അവർക്ക് ഈ സമരം ജയിച്ചിട്ട് അവർക്ക് മണിമാളിക കെട്ടിപ്പോക്കാനൊന്നും അല്ല. ഞങ്ങളുടെ പുറകെ വരുന്ന ജനറേഷൻസിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച അവരുടെ ഒരു മാസത്തെ സാലറിക്ക് അവർക്ക് വരുമാനം ഇല്ല. അവരാ വരുമാനം കളഞ്ഞിട്ടാണ് അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ അന്വേഷിച്ച് നോക്ക്, എത്ര മെയിൽ നഴ്സുമാരെ എടുക്കുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക്. എടുക്കാത്ത കാരണം എന്താ? അവർ ശബ്ദം ഉയർത്തും. പെമ്പിള്ളാരെ പിന്നെ പേടിപ്പിച്ച് നിർത്താലോ. പിന്നെ നമ്മുടെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മുടെ നഴ്സുമാരുടെ കൂട്ടത്തിലുണ്ട് കരിങ്കാലിപ്പണി ചെയ്യുന്നവർ. പിന്നെ ഈ നഴ്സിന്റെ ഒരു സ്ട്രൈക്ക് കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിലാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാളോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പറയാം, അതിനിപ്പോൾ എന്താ, കേരളത്തിലല്ലേ, അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡൽഹിയിലെ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ച കുറേ ആളുകൾ ഉണ്ട്. അപ്പം ധനുഷ് മാത്യു, അതെ ശരിയാണ്, യൂണിറ്റി ഇല്ല എന്നല്ല, യൂണിറ്റി ഇല്ലായിരുന്നു. ഇപ്പൊ യൂണിറ്റി ഉണ്ട് സഹോദര. ഇപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളാലാവുന്ന സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത്, നിങ്ങൾ തൊഴിലാളികളുടെ പാർട്ടി എന്നൊക്കെ പറയുന്നത് ഇനി അങ്ങ് മാറ്റി വെച്ചത്, ഇനി അതങ്ങ് മാറ്റി. അപ്പം ഞങ്ങൾ തൊഴിലാളികളല്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെപ്പോലുള്ള നഴ്സിംഗ് തൊഴിലാളികളെ നിങ്ങളെന്ത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഞങ്ങളുടെയും കൂടെ സമ്മതിദാനം കൊണ്ടല്ലേ നിങ്ങൾ ഈ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് മാനത്തുനിന്ന് പൊട്ടി വീണിട്ടൊന്നുമില്ല വോട്ട്. ഈ 1,00,000 വരുന്ന നഴ്സുമാരും വോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്.
അപ്പോൾ അതിനെങ്കിലും ഒരു ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കാണിക്കണം. പിന്നെ കൈ നനയാതെ മീൻ പിടിക്കാതിരിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. മറ്റുള്ളവൻ അധ്വാനിച്ച മറ്റുള്ളവൻ ഒഴുക്കിയ വിയർപ്പിന്റെ ഫലം തിന്നാനിരിക്കരുത്. നിങ്ങൾ വിചാരിക്കും അവരവിടെ പോയി ചെയ്തോട്ടെ, സമരം ചെയ്ത് കുറച്ച് കാശൊക്കെ കൂട്ടിക്കഴിയുമ്പോൾ എന്തായാലും അവരെ അവിടുന്ന് പറഞ്ഞു വിടും. ഇപ്പൊ നിങ്ങൾ കണ്ടു, ഈ സാലറി കൂട്ടിയാൽ ഈ സാലറി കൂട്ടാനുള്ള സമരത്തിനിറങ്ങിയ സകലമായ നഴ്സുമാരെ അല്ലെങ്കിൽ ഒരു പറ്റം നഴ്സുമാരെ മാനേജ്മെന്റ് അവിടുന്ന് പിരിച്ചുവിടും. ടെർമിനേഷൻ അല്ലെങ്കിൽ 24 hour റെസിഗ്നേഷൻ വെച്ച് പൊക്കോളാൻ പറയും. അപ്പോൾ എന്താണ്, ഇതിനൊന്നും ഇറങ്ങാതെ നല്ല വെള്ള ചമഞ്ഞ് മാനേജ്മെന്റിന്റെ കൂട്ട് നിന്ന് കുറച്ച് പേര് കാണും. അവർക്ക് നല്ല സാലറി കിട്ടും, കിട്ടിക്കോട്ടെ. ഞങ്ങളുടെ അല്ലെങ്കിൽ ഈ സമരം ചെയ്യുന്നവരുടെ കഷ്ടപ്പാട് കൊണ്ടോ അല്ലെ അവർ ബുദ്ധിമുട്ടിയിട്ട് ഒരു 10 രൂപ കാശ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കൈ നനയാതെ വല്ലവരും പിടിച്ച് മീൻ പിടിച്ചിട്ട് അതിനകത്ത് മുളകും തേച്ച് വറുത്ത് കയ്യിലോട്ട് തിന്നുമ്പത്തിന് മൃഷ്ടാനം തിന്നാം എന്ന് വിചാരിച്ചിരിക്കുന്നവരോട് പറയുന്നത് കഷ്ടമാണ്. കൂടെയുള്ള സഹോദരങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ കരിങ്കാലിപ്പണി ചെയ്യുന്ന കഷ്ടമാണ്. അപ്പോൾ ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ ഉണ്ടല്ലോ നേഴ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും UNAക്ക് എൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്. ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ NCR സപ്പോർട്ടേഴ്സ് എപ്പോഴും സപ്പോർട്ടുണ്ടാവും. അപ്പോൾ ജയ് UNA.